വിമർശകനാകാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടേ ഇല്ല അന്നൊന്നും. ഒപ്പത്തിലേക്ക് സ്വാഗതം. 3 വർഷം തുടർച്ചയായി സംസ്ഥാന അവാർഡ് ജേതാവായ മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള സംസ്ഥാന അവാർഡ് ജേതാവായ വിജയകൃഷ്ണനാണ് ഇന്ന് ഒപ്പത്തിൽ നമ്മളോടൊപ്പമുള്ളത്. 1982 ചലച്ചിത്ര സമീക്ഷ എന്ന പുസ്തകത്തിലൂടെ ഇദ്ദേഹം നാഷണൽ ഫിലിം അവാർഡും നേടിയിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും പ്രമുഖരായ ചലച്ചിത്ര നിരൂപകരിൽ ഒരാൾ എന്ന നിലയിൽ പുതിയ തലമുറയിലെ ചലച്ചിത്ര നിരൂപകർ തന്നിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത് എന്നൊക്കെ ഈ അഭിമുഖത്തിൽ അദ്ദേഹം നമ്മളോട് പറയുന്നുണ്ട്. അതിനൊക്കെ മുൻപ് വിജയകൃഷ്ണ സാർ ഒരു ഫിലിം മേക്കർ കൂടിയാണ്, ഒരു ചലച്ചിത്ര സംവിധായകനാണ്, എഴുത്തുകാരനും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇക്കഴിഞ്ഞ 50 വർഷത്തെ ലോക സിനിമാ ചരിത്രം തൊട്ട് മുന്നിൽ കണ്ട ഒരാൾ എന്നുള്ള നിലയിൽ ഈ കാലയളവിൽ സിനിമയിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെയാണ്, സാങ്കേതിക രംഗത്തും സിനിമയുടെ ഭാഷയുടെ കാര്യത്തിലുമൊക്കെ സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം അദ്ദേഹത്തോട് ചോദിക്കാൻ പോകുന്നത്. ഒരു ചലച്ചിത്ര നിരൂപകൻ എന്നുള്ളതിനുപരിയായിട്ട് ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിലാണ് സാറിനോട് ഇത് ചോദിക്കുന്നത്. സാർ, ഈ ഒരു 50 വർഷത്തോളമുള്ള ഒരു കാലയളവിലെ ഈ ചലച്ചിത്ര ചരിത്രം മുന്നിൽ കണ്ട ഒരാളാണല്ലോ സാറ്. സാങ്കേതിക രംഗത്ത് സിനിമയിലുണ്ടായ വളർച്ച, ഇപ്പോൾ പല ഫോർമാറ്റുകൾ, നമ്മൾ ഫിലിമിൽ നിന്ന് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറി, ഇപ്പോൾ നമ്മൾ AI കാലത്തിൻ്റെ ഒരു പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഈ സാങ്കേതികമായ വളർച്ച അല്ലെങ്കിൽ മാറ്റങ്ങൾ സിനിമയെ ഏത് രീതിയിലാണ് സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ 50 വർഷം എന്ന് പറഞ്ഞത് ശരിയാണ്. ശരിക്കും 50 വർഷം അല്ല, എൻ്റെ കലാജീവിതത്തിൻ്റെ കാലം പറഞ്ഞ 60 വർഷം എന്ന് പറയുള്ളൂ. കാരണം ആദ്യമായിട്ടൊരു കഥ അച്ചടിച്ച് കാണുന്നത് അപ്പോഴാണ്. പക്ഷേ അത് രസം എന്താ വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ അന്ന് സിനിമ ഇല്ലായിരുന്നു. അപ്പോൾ പലരും വിചാരിക്കും നമ്മുടെ സിനിമ പാരഡൈസോയിലെ നായകനെ പോലെ കുട്ടിക്കാലത്തെ സിനിമ പാഷനായിരുന്നു, അടുത്ത തിയേറ്ററിലേക്ക് ഓടിപ്പോയി കാണുന്ന ആളാണ്. എന്നാൽ അങ്ങനെയല്ല. വീട്ടിൽ നിന്ന് സിനിമയ്ക്കൊന്നും വിടില്ലായിരുന്നു. അച്ഛൻ പിന്നീട് സന്യാസിയായ ആളാണ്. അപ്പോൾ സിനിമ സമൂഹത്തെ നശിപ്പിക്കുന്ന ഒരുപാടായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. മറ്റുള്ളവർക്കും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമയെക്കുറിച്ചുള്ള സംസാരവും ഇല്ല, വീട്ടിൽ സിനിമ കാണലുമില്ല. അങ്ങനെയുള്ള ഞാൻ ഒരു SLCക്ക് പഠിക്കുന്ന കാലത്ത് ഒരു സംഭവം ഉണ്ടായി. അന്നാണ് ചെമ്മീൻ റിലീസ് ചെയ്തത്. അപ്പോൾ ചെമ്മീൻ റിലീസ് ചെയ്യുമ്പോൾ എല്ലാവരും അത് കണ്ടിരിക്കണമെന്നൊരു തോന്നലുണ്ടല്ലോ. അപ്പോൾ അന്ന് എനിക്ക് കണക്കിന് മാത്രം ഒരു ട്യൂഷനുണ്ടായിരുന്നു. അത് കട്ടബൊമ്മൻ എന്നാണ് ആ സാറിൻ്റെ പേര്. എന്ന് വെച്ചാൽ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത്തിരി ശിക്ഷാവിധികളൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് അത് പോകാതിരിക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ കൂടെ ചെമ്മീന് പോകുന്നു, നീ കൂടെ വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ആ ദിവസം, എനിക്ക് ട്യൂഷനുള്ള ദിവസം. അപ്പം എന്നെപ്പോലെ ഒരാളെ ഈ സിനിമയ്ക്ക് വിളിക്കാൻ അവർക്ക് തോന്നിയത് അത് ചെമ്മീനായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അവരൊക്കെ സ്ഥിരം കാണുന്നവരായിരിക്കും. തിരുവനന്തപുരത്ത് നിന്നൊരു 18 കിലോമീറ്റർ അകലെയാണിത് എൻ്റെ ഗ്രാമം. അപ്പോൾ അവരുടെ കൂടെ ഞാൻ പോയി ചെമ്മീൻ കണ്ടു. അതിന് മുമ്പ് കണ്ടിട്ടില്ല എന്നല്ല കേട്ടോ. ശരിക്കും സിനിമാ വിരോധിയായ എൻ്റെ അച്ഛൻ തന്നെയാണ് എന്നെ ആദ്യത്തെ സിനിമ കാണിച്ചത്. അന്ന് ഞാൻ ഈ 4ാം ക്ലാസ്സിലെ അവധിക്കാലമാണ്. അച്ഛൻ ജോലി ചെയ്യുന്ന കോഴിക്കോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, നീ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. എന്നാൽ നാളെ കാലത്തെ ഒരു സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. ഞായറാഴ്ച രാവിലെ നോക്കുമ്പോൾ ആ സിനിമ എനിക്ക് ഓർമ്മയുണ്ട്, സീതാരാമ കല്യാണം. തിയേറ്ററിൻ്റെ അന്തരീക്ഷം ആത്മീയ സിനിമ ആയതുകൊണ്ടാണ്, അതായത് ഭക്തിചിത്രം ആയതുകൊണ്ടാണ് കൊണ്ടുപോയത്. അത് ആ സിനിമ തിയേറ്ററിനെ കുറിച്ച് വലിയ അറിവില്ല, പക്ഷേ മണൽ വിരിച്ച ഒരു സ്ഥലമായിരുന്നു എന്നും നമ്മൾ താഴെ ഇരുന്ന് കാണുമായിരുന്നു. അല്ല, അതിൻ്റെ ഇരിക്കുന്നത് ബെഞ്ചും കസേരയാണ്. ആ സിനിമ സീതാരാമ കല്യാണം എന്നുള്ള പേര് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ
ഞാൻ സിനിമാ ചരിത്രമൊക്കെ എഴുതുന്ന കാലത്താണ് ഇതേത് സിനിമ എന്ന് നോക്കുമ്പോൾ അത് മലയാളമല്ല എന്നും ഒരു തെലുങ്ക് സിനിമയുടെ മലയാളം ഡബ്ബിങ് ആയിരുന്നു എന്നുമൊക്കെ മനസ്സിലായത്. എന്നിട്ട് ഈ സിനിമാ വിരോധിയായ അച്ഛൻ തന്നെയാണ് രണ്ടാമത്തെ സിനിമയും കാണിച്ചത്, അതും അവിടെ വെച്ച് തന്നെ. അതിനും കാരണമുണ്ടായിരുന്നു. ഇതുപോലെ അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി, ഈ അച്ഛന് സിനിമ വിരോധം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് പോയി. അവിടെ ചെല്ലുമ്പോൾ എന്താണെന്നറിയോ, അത് ഒരു ബംഗാളി സിനിമയായിരുന്നു. സ്വാമി വിവേകാനന്ദനെ കുറിച്ചുള്ളതാണെന്നും പറഞ്ഞ് അച്ഛൻ്റെ ഫ്രണ്ട്സും ഒക്കെ സംസാരിക്കുന്നു. അപ്പോൾ അച്ഛന് ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട്. അച്ഛൻ സ്പിരിച്വലാണ് പൂർണ്ണമായിട്ട്, അതുകൊണ്ടാണ് സിനിമാ വിരോധം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സിനിമ കണ്ടു, ബംഗാളിയാണ്. അപ്പോൾ ഞാൻ രണ്ടാമത് കാണുന്ന സിനിമ ബംഗാളിയാണ് എന്ന് മാത്രമല്ല, പിൽക്കാലത്ത് ഞാനിത് ഏത് പടമായിരുന്നു എന്ന് മനസ്സിൽ ഇത് ചിന്തിച്ചപ്പോഴാണ് അത് നാഷണൽ അവാർഡ് കിട്ടിയ പടമാണെന്നും അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു മോർണിംഗ് ഷോ ആയിട്ട് വന്നതെന്നും ഒക്കെ മനസ്സിലായത്. ഭഗിനി നിവേദിതയായിരുന്നു അത്, അജയ്ക്കറിൻ്റെ സിനിമ. അപ്പോൾ അതാണ് രണ്ടാമത് കണ്ടത്. ഇങ്ങനെ ചില സിനിമകൾ. പിന്നെ അതിന് ശേഷം ഒരു 3-4 പടം കണ്ടിട്ടുണ്ടാവും. അത് ഭക്തകുചേല, സീതാ, മറ്റേ ശബരിമല ശ്രീ അയ്യപ്പൻ, ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ. പിന്നെ ഈ പത്താം ക്ലാസ് ചെമ്മീനാണ്. അപ്പോൾ ആ സിനിമ കണ്ട് വന്നപ്പോഴേക്ക് ഈ ഒരു ഗ്യാപ്പിന് ശേഷം കണ്ട ഭക്തിചിത്രങ്ങൾ പോലെയൊന്നും അല്ല ഈ സിനിമ. പിന്നെ നോവൽ വായിച്ചിട്ടുണ്ട്, പുസ്തകങ്ങളൊക്കെ അന്ന് ഇഷ്ടം പോലെ വായിക്കുമല്ലോ. അപ്പോൾ അതുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് പിറ്റേന്നല്ല അടുത്ത ക്ലാസ്സിന് ചെല്ലുമ്പോൾ സാറ് ചോദിച്ചു, കഴിഞ്ഞ ക്ലാസ്സിന് നീ വന്നില്ല, ചെമ്മീൻ കാണാൻ പോയോ എന്നാണ് ചോദിച്ചത്. എന്നുവെച്ചാൽ നമ്മൾ വന്നില്ലെങ്കിൽ അത് ചെമ്മീൻ കാണാൻ പോയതായിരിക്കും. അത്രത്തോളം ഒരു സിനിമ ഒരു സാമൂഹ്യ ജീവിതത്തെ ബാധിക്കുന്നു എന്നാണ്. പ്രത്യേകിച്ചും ആ ചെമ്മീൻ വന്ന കാലം. ഇത് കഴിഞ്ഞ് എല്ലാവരും പുകഴ്ത്തുന്നു, പത്രങ്ങൾ സപ്ലിമെൻ്റ് ഇറക്കുന്നു, സ്വർണ്ണ മെഡൽ. പക്ഷേ അടുത്തൊരു ദിവസം ഞാൻ ആ മലയൻകീഴ് ഗ്രന്ഥശാലയുടെ അടുത്ത് നിൽക്കുമ്പോൾ അവിടുത്തെ ലൈബ്രറിയൻ അദ്ദേഹം അധ്യാപകനായിരുന്നു, അന്തിയൂർക്കോണം സ്കൂളിലെ എൻ്റെയും അധ്യാപകനായിരുന്നു. അദ്ദേഹം നിന്നിട്ട് ഇതിൻ്റെ ദോഷങ്ങൾ പറയുന്നുണ്ട്. അതിലെന്താണ് സൂര്യാസ്തമയം കാണിക്കുന്നു, ഇതിനേക്കാളും കർണനിൽ ഇതിലും നന്നായിട്ട് കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോഴാണ് ഈ സ്വന്തം അഭിപ്രായം എല്ലാവർക്കും തുറന്ന് പറയാം, ഒരാൾ പറയുന്നത് കേട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല എന്നൊരു തോന്നലപ്പോൾ എനിക്കുണ്ടായി. ഇങ്ങനെ ആയിരുന്നു വിമർശനത്തിലേക്കുള്ള തുടക്കമെന്ന് പറയാം. എങ്കിലും വിമർശകനാകാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടേ ഇല്ല അന്നൊന്നും. എനിക്ക് ഫിലിം മേക്കറാവുക എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹം. പത്താം ക്ലാസ്സിൽ ആ സ്കൂളിലെ ഹയസ്റ്റ് ഞാനായിരുന്നു, സ്കൂൾ ഫസ്റ്റ്. പക്ഷേ ഞാൻ പോയത് സംസ്കൃത കോളേജിലായിരുന്നു. അത് എല്ലാവർക്കും, വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ എനിക്ക് വട്ടാണോ എന്നുള്ളൊരു തോന്നൽ പോലും ഉണ്ടായി. ഫസ്റ്റ് ഗ്രൂപ്പോ സെക്കൻഡ് ഗ്രൂപ്പോ ഒക്കെ എടുക്കാതെ. പക്ഷേ എനിക്കത് അന്ന് സാഹിത്യം മാത്രമായിരുന്നു ജീവിതം. അപ്പോൾ മലയാള സാഹിത്യം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ സംസ്കൃതത്തിൻ്റെ ഒരു അടിത്തറ വേണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് അതിന് പോകുന്നത്. അപ്പോൾ അല്ലാതെ ഒരു തൊഴിലെന്നുള്ള ചിന്തയല്ല ഉള്ളത്. എനിക്ക് സാഹിത്യമാണ്, സാഹിത്യത്തിന് പറ്റിയ. പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ കോളേജിൽ പഠിക്കാൻ പോയപ്പം പല അധ്യാപകരും വല്ലാതെ ബോറടിപ്പിക്കും. അതിനോടൊരു താല്പര്യം തോന്നുന്നില്ല. കഷ്ടിച്ച് മലയാള ക്ലാസ്സിലും വേറെ ചില അധ്യാപകരുടെ ക്ലാസ്സിലും മാത്രമേ ഒരു താല്പര്യം തോന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവിടെ എല്ലാവരും ഉഴപ്പുന്ന കുട്ടികളാണ്. അവരൊക്കെ ഉഴപ്പി വേറെ എന്തെങ്കിലും പോകും. ഞാൻ രാവിലത്തെ സമയമാണെങ്കിൽ പബ്ലിക് ലൈബ്രറി പോയിരുന്ന് വായിക്കും, ഉച്ച കഴിയുമ്പോൾ മാറ്റിനിക്ക് പോവും. അങ്ങനെയായി. അങ്ങനെ സിനിമകൾ തുരുതുരാ കാണാൻ തുടങ്ങി. മലയാളം കാണുന്നു, അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അത് കഴിഞ്ഞ് തമിഴ് കാണുന്നു, ഇഷ്ടപ്പെടുന്നില്ല. ഹിന്ദി കാണുന്നു, അതും ഈ ഭൂരിപക്ഷ സിനിമകളും ഇങ്ങനെ അല്ല വേണ്ടതെന്നൊരു തോന്നലുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പഴയ നിരൂപണം കൂടെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഞാൻ വായിക്കുന്നിടത്ത് നിന്ന് സിനിമയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ഈ പബ്ലിക് ലൈബ്രറിയിലുള്ളതൊക്കെ എടുത്ത് വായിച്ചു തുടങ്ങി. അപ്പോഴാണ് ഈ ഡിഫറൻസ് കുറേശ്ശെ മനസ്സിലാവുന്നത്. നല്ല സിനിമ, കലാപരമായ സിനിമ എന്ന് പറയുന്നത് വേറൊന്നാണ്.
അതും പോപ്പുലർ സിനിമയും എപ്പോഴും ഒന്നായിക്കൊള്ളണമെന്നില്ല, രണ്ടും രണ്ടാവാം. പോപ്പുലർ സിനിമയിൽ ചിലപ്പോൾ കലാപരത ശേഷം ഇല്ലാതെ വരാം, അതുപോലെ കലാപരമായൊരു സിനിമ ഒട്ടും എൻ്റർടൈൻ ചെയ്തില്ല എന്നും വരാം, ഇത് രണ്ടും ചേർന്നും വരാം എന്നൊക്കെയുള്ള അറിവുകളുണ്ടാകുന്നത്. അപ്പോൾ സിനിമ നല്ലത് തേടിപ്പിടിച്ച് കാണാനുള്ള ആഗ്രഹം സ്വാഭാവികമായിട്ട് വരുന്നു. ആദ്യം എനിക്ക് കാണാൻ അവസരം കിട്ടുന്നത് സത്യജിത് റായിയുടെ സിനിമകളാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ കോളേജിലെ അവസാന കാലഘട്ടത്തിലാണ്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലുണ്ട്. ഞാനെന്നും പോയി വരുന്ന ആളാണ്. പക്ഷേ ഇവരുമായിട്ടുള്ള സാഹിത്യ താല്പര്യത്തിൻ്റെയൊക്കെ പുറത്ത് ഞായറാഴ്ച രാവിലെ സത്യജിത് റായിയുടെ ഒരു സിനിമയുണ്ട് എന്ന് അവർ പറഞ്ഞപ്പം ഞാൻ തലേന്ന് തന്നെ അവിടെ വന്ന് അവിടെ ഒളിച്ച് താമസിച്ചു ഒരു രാത്രി. അതെവിടെ വെച്ചായിരുന്നു സ്ക്രീനിങ്? ഹോസ്റ്റലിൽ തന്നെയാണോ? അല്ല, സിനിമ കാണിക്കുന്ന പട്ടം കൽപ്പന എന്നൊരു തിയേറ്ററിലാണ്. ഇന്നതില്ല. ഇന്ന് അവിടെ ബിഗ് ബസാറോ അങ്ങനെ ഏതാണ്ടാണ് ആ തിയേറ്റർ ഇരുന്ന സ്ഥലം. ആ തിയേറ്ററിനോട് വാസ്തവത്തിൽ നല്ല സിനിമയെ സ്നേഹിക്കുന്നവർക്കൊരു കടപ്പാട് ഉണ്ടാവേണ്ടതാണ്. കാരണം നല്ല സിനിമകൾ പലതും മോർണിംഗ് ഷോ ആയിട്ട് കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്. അക്കാലത്ത് അങ്ങനെ ഒരു പ്രവണത ഉണ്ടായിരുന്നു അല്ലേ? ഈ മെയിൻ സ്ട്രീം സിനിമകൾ അല്ലെങ്കിൽ ഈ മാസ് സിനിമകൾ കാണിക്കുന്ന തിയേറ്ററുകളിൽ തന്നെ ഈ ക്ലാസിക് ഫിലിംസിന് വേണ്ടി ഒരു സ്ലോട്ട് ഉണ്ടാവും. പിന്നെ ഞാൻ തന്നെ ഒരു ഫിലിം സൊസൈറ്റി തുടങ്ങിയിട്ടുണ്ട്, സംഗമം ലിറ്റററി ആൻഡ് ഫിലിം സൊസൈറ്റി. അതിൻ്റെ ആദ്യത്തെ ഷോ നടന്നതും ഈ കൽപ്പന തിയേറ്ററിലാണ്. കൽപ്പന തിയേറ്ററിൽ വെച്ച് അത് മൃണാൾ സെൻ്റെ ഒരു പടം ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് കാണിക്കുന്നത് ഞങ്ങളാണ്. അത് എന്തുകൊണ്ട് വേണ്ടി വന്നു എന്ന് വെച്ചാൽ, ഞാൻ ഈ നല്ല സിനിമ കണ്ടു ഇവിടുത്തെ സത്യജിത് റായിയുടെ ആ മോർണിംഗ് ഷോസ് കണ്ടപ്പോഴാണ് സങ്കല്പത്തിലെ സിനിമയോട് കുറച്ച് അടുക്കാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ് അതുപോലെയുള്ള നല്ല സിനിമകൾ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ചിത്രലേഖ ഇങ്ങനെയുള്ള സിനിമകൾ കാണിക്കും എന്നറിയുന്നു. അടൂരും. അപ്പോൾ ഒരിക്കൽ പത്രത്തിൽ ബാറ്റിൽ ഷിപ്പ് ഓട്ടങ്ങിൽ ചിത്രലേഖ കാണിക്കുന്നു എന്ന് കണ്ടു ടാഗോർ തിയേറ്ററിൽ. അപ്പം ഞാൻ അതെങ്ങനെയും കണ്ടേ തീരുമെന്ന്. എനിക്ക് മെമ്പർഷിപ്പില്ല, മെമ്പർഷിപ്പ് എടുക്കാനുള്ള കാശുമില്ല. അങ്ങനെ എന്നാലും കാണണം. അങ്ങനെ ഞാൻ ആ വൈകുന്നേരം പതുക്കെ ഈ ടാഗോർ തിയേറ്ററിൽ പോയി. വല്ല പരിചയക്കാരും കണ്ടാൽ ഏതെങ്കിലും തരത്തിലകത്ത് കയറാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ടാഗോർ തിയേറ്ററിൽ ആദ്യമായിട്ട് പോവുകയാണ്. അപ്പോൾ ടാഗോർ തിയേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ അറിയാമല്ലോ, നമ്മൾ ചെന്ന് കയറുന്നിടം അത് ഫ്രണ്ടാണെന്ന് തോന്നും, പക്ഷേ അത് ഫ്രണ്ടല്ല. അത് തിയേറ്ററിൻ്റെ ഫ്രണ്ടെന്ന് പറയുന്നത് നമ്മൾ കറങ്ങി മുമ്പിൽ വരണം. അപ്പോൾ ഇതൊന്നും എനിക്കറിഞ്ഞൂട. ഞാൻ ഇതാണ് ഫ്രണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ സൈഡിലൊരു വാതിൽ തുറന്ന് കിടക്കുന്നുണ്ട്. അവിടെ ആരുമില്ല. അപ്പോൾ പതുക്കെ അതുവഴി കയറി അകത്തിരുന്നു. നോക്കുമ്പോൾ ഒറ്റ ആളുമില്ല. അകത്ത് കയറിയിരുന്നു. എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ ബാക്കെന്ന് ഞാൻ എൻട്രൻസ് വേറെ ആളുകളൊക്കെ നിൽക്കുന്നതുമൊക്കെ. പിന്നെ അവരൊന്നും കാണാതെ ഞാൻ പതുക്കെ അവിടെ പതിഞ്ഞിരുന്നു. കുറേ കഴിഞ്ഞ് ആളുകളകത്തേക്ക് കയറാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അധികം ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അടൂരിനെ മനസ്സിലായി. അടൂരിനെ അതിന് മുമ്പേ അറിയാം. പിന്നെ എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയെ കണ്ടത് MF തോമസിനെ. അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് ആശ്വാസമായി. ഇനിയിപ്പോൾ ഇവിടെ ആരെങ്കിലും പിടിച്ച് പുറത്താക്കുകയാണെങ്കിലും നമുക്ക് വേണ്ടി പറയാനൊരാളുണ്ട് എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ ബാറ്റിൽ ഷിപ്പ് ഓട്ടങ്ങിൻ കണ്ടു. ബാറ്റിൽ ഷിപ്പ് ഓട്ടങ്ങിൻ കണ്ടതോടുകൂടി ഒരു ആത്മവിശ്വാസം വന്നു. കാരണം നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു സംഗതി കണ്ടു. അപ്പോൾ സത്യജിത് റായിയുടെ പടങ്ങളും ഇതൊക്കെ കണ്ടതോടുകൂടി നല്ല സിനിമ എന്താണ്, മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന സിനിമ കണ്ടെത്തിയ ഒരു സുഖമുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഇങ്ങനെ ഞാൻ ക്ലേശിച്ചൊക്കെ ഇതിൻ്റെ അകത്ത് കയറുന്നുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, എന്നാൽ പിന്നെ നമുക്കൊരു ഫിലിം സൊസൈറ്റി തുടങ്ങിയാലോ. അതായത് ഒരു ഫിലിം സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ കഴിവില്ലാത്ത ഫിലിം സൊസൈറ്റി തുടങ്ങുക. പക്ഷെ പുള്ളി പറഞ്ഞ ഐഡിയ എന്ന് പറയുന്നത് ഒരു നല്ല പടം കൊണ്ടുവരിക, അത് നമ്മൾ ടിക്കറ്റ് വെച്ച് ബെനിഫിറ്റ് ഷോ മാതിരി അങ്ങനെ പൈസ ഉണ്ടാക്കി ചെയ്യാം. അങ്ങനെയാണ് ഈ മൃണാൾ സെൻ്റെ പടം കൊണ്ടുവന്നത്. അന്ന് അത് വലിയ സക്സസ് ആയിരുന്നു. കാരണം ഞങ്ങളിങ്ങനെ നടന്ന് എല്ലാവരെയും കണ്ട് ടിക്കറ്റ് വിറ്റ് ഒക്കെയാണ്. അതിനുവേണ്ടി നടക്കുന്ന കൂട്ടത്തിൽ ശിവൻ സ്റ്റുഡിയോയിൽ പോയി ശിവൻ ചേട്ടനെ കണ്ടു.
ശിവൻ ചേട്ടൻ്റെ അടുത്തപ്പോൾ കേശവദേവ് ഇരിപ്പുണ്ടായിരുന്നു. പുള്ളിക്ക് പിടിച്ചില്ല നമ്മളവിടെ ഇരിക്കുന്നതൊക്കെ. ഇത് മറ്റേ എഴുത്തുകാരൻ നോവലിസ്റ്റ്. അപ്പോൾ ഇവർ തമ്മിൽ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ചെല്ലും. അപ്പോൾ ശിവൻ ചേട്ടനെ കൊണ്ട് മാറിയിരിക്കാൻ പറഞ്ഞു. അദ്ദേഹം പോയപ്പോഴേക്ക് ഞങ്ങൾ ചെന്നു. എന്നിട്ട് വിളിച്ചു. അങ്ങനെ നമുക്ക് ഒരുവിധം അറിയാവുന്ന KP കുമാരനെ ഞാൻ പരിചയപ്പെടുന്നത് ടിക്കറ്റ് വിൽക്കാൻ പോയപ്പോഴാണ്. KP കുമാരൻ കുറേ സഹായിച്ചു. ടിക്കറ്റ് കൊടുക്കാവുന്ന കുറേ ആളുകളുടെ പേരൊക്കെ തന്നു. അദ്ദേഹം സ്വയംവരം കഴിഞ്ഞ് അടൂരുമായിട്ട് തെറ്റിയിരിക്കുന്ന സമയമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ റോക്ക് എന്ന ഫിലിം കാണിക്കാനായിട്ട് തന്നു. അങ്ങനെ ഞങ്ങൾ ആ പടത്തിൻ്റെ കൂടെ റോക്കും വെച്ചിട്ടാണ് ഈ കൽപ്പന. ഇടയ്ക്ക് KP കുമാരൻ സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഒരിക്കൽ ഞാൻ. അപ്പോഴിത് പറഞ്ഞ് ഈ റോക്കിൻ്റെ പ്രിൻ്റ് ഒന്നും ഒരിടത്തും ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഒന്നുമില്ല, ഇപ്പം അതിഥിയും ഇല്ലല്ലോ. രസം എന്ന് വെച്ചാൽ അതിനെ തുടർന്ന് ഞാൻ അതിഥിയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി. ആണോ? ഈ രുക്മിണിയിലൊക്കെ സാർ ഇല്ല ഇല്ല, അത് ഒറ്റപ്പടമേ ഉള്ളൂ. ഞാൻ അസിസ്റ്റൻ്റായിട്ട് ഒറ്റപ്പടത്തിലേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് എന്താണെന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾ 2 അസിസ്റ്റൻ്റാണ് ഉണ്ടായിരുന്നത്, വേറെ ഒറ്റയാളും ഇല്ല. അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഉദ്ദേശിച്ചിരുന്നത് ദേവദാസിനെയാണ്, സൗണ്ട് എഞ്ചിനീയർ ദാസേട്ടൻ. അദ്ദേഹം തലേ ദിവസമാണ് വന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ ABCD അറിഞ്ഞുകൂടാത്ത ഞാനാണ് ഈ ചാർട്ടിങ് ഒക്കെ ചെയ്തു വെച്ചത്. അപ്പോൾ അത് കണ്ടിട്ട് കുമാരേട്ടൻ പറഞ്ഞു, നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇനി സിനിമ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഓർമ്മയുണ്ട്. പക്ഷേ അങ്ങനെ അസോസിയേറ്റ് പോലും ഇല്ലാതെയാണ് തുടങ്ങുന്നത്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒരു 8-10 പേരുടെ ജോലി നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അതായത് ആർട്ട് ഡയറക്ടർക്കും ഒരു അസിസ്റ്റൻ്റാണ്. എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി പിടിച്ചിടണമെങ്കിൽ എന്നെ കൂടെ വിളിക്കും. പിന്നെ കണ്ടിന്യൂറ്റി എഴുതുക, ക്ലാബ് ബോർഡ് കാണിക്കുക, ഇങ്ങനെ A to Z. ഇപ്പോൾ എല്ലാത്തിനും വേറെ വേറെ ആൾ ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴേ ക്ലാബ് ബോർഡ് എന്നുള്ളതൊന്നും ഒരു അത്ര ആവശ്യമില്ല. ഇപ്പോൾ അതാ ഫിലിമായിരുന്നു. പണ്ട് മറ്റേ ഫിലിം കഴിയുമ്പോഴാണല്ലോ ഈ ക്ലാബ് ബോർഡ്. അതും ഈ നമ്മൾ സൗണ്ട് കൂടെ വരുമ്പോഴാണ്, ഡയലോഗ്സ് കൂടെ വരുന്ന ക്യാമറയിലാണ് വാസ്തവത്തിൽ ഈ ക്ലാബ് ബോർഡിൻ്റെ ആവശ്യം. കാരണം സീൻ പറഞ്ഞിട്ട് ക്ലാപ്പ് ചെയ്യും. അതെ അതെ അതെ. നമ്മളെ കാലഘട്ടമായപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ക്ലാബ് ബോർഡ് എന്നാണ് പേരെങ്കിലും നമ്പർ കാണിച്ചാൽ മതി. അതെ അതെ, നമ്പർ കാണിക്കണം. പിന്നെ സാർ നമ്മൾ ഈ സാങ്കേതികതയിൽ വന്ന മാറ്റത്തെക്കുറിച്ച് പറയുമ്പോഴേ, പണ്ട് ഈ ഫിലിമിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സൂക്ഷ്മതയുണ്ടായിരുന്നു. കാരണം ഈ ഫിലിം റോൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഇതുകൊണ്ട് ഒരു കുറച്ചുകൂടി ഒരു വെൽ റിഹേഴ്സലൊക്കെ ചെയ്തിട്ട് കുറച്ചുകൂടി സൂക്ഷ്മതയോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരുന്നില്ലേ ഫിലിം മേക്കിംഗ് പണ്ട് കാലത്ത്? അല്ല, ഇപ്പോഴത് കുറച്ചുകൂടി ആ സൂക്ഷ്മത അല്ലെങ്കിൽ ഒരാവശ്യമില്ല. കാരണം അന്ന് ഈ ഫിലിം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലയുള്ള സാധനം. അതെ അതെ അതെ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഫിലിം കൂടുതൽ ചിലവാക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഡയറക്ടറുടെ യോഗ്യതകളിലൊന്നായിട്ട് കണ്ടിരുന്നത്. ക്യാമറമാൻ്റെയും അതെ. കാരണം ഈ കട്ടെന്ന് വിളിച്ചു കഴിഞ്ഞ് റീടേക്ക് എടുക്കുകയാണെന്ന് പറയുമ്പം പ്രൊഡ്യൂസർ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ പുള്ളിയുടെ നെഞ്ച് പണമുണ്ടാകും. കാരണം ഇനിയും ഫിലിം റോള് വേണമല്ലോ, നല്ല വിലയുമാണ്. പിന്നെ ഭയങ്കര വിലയായി. ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു, പിന്നെ കളർ വന്നപ്പം അതിന് ലൈസൻസ് വേണം. അതുകൊണ്ടാണ് മലയാളത്തിലൊന്നും ആദ്യം കളർ ഫിലിം വരാം. ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നു, പ്രത്യേക ലൈസൻസ് വേണമായിരുന്നു. അതിന് കാരണം എന്താ വെച്ചാൽ ഈ കളർ ഫിലിമിന് വില അത്ര കൂടുതലായതുകൊണ്ട്. ഈ ലൈസൻസ് എവിടെ നിന്ന് എടുക്കേണ്ടേ? അത് ഗവൺമെൻറ്റിൻ്റെ നേരിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത്, ഗവൺമെൻറ്റിലെ. അന്ന് പിന്നെ ഈ വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ, KSFDC ഒന്നും വരുന്നതിന് മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ ഹിന്ദിക്കും തമിഴിനും ഒക്കെ ഈസി. പലപ്പോഴും നമ്മുടെ ഈ സംഘടനാ തലത്തിലൊക്കെ വരുന്ന പല തീരുമാനങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല റൂളുകളും ഒക്കെ ഈ കാലം കഴിയുമ്പോൾ ശുദ്ധ മണ്ടത്തരമായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കളർ ഫിലിമിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ പ്രത്യേക ലൈസൻസ് എടുക്കണമെന്ന് പറയുന്നതേ ഇപ്പോൾ നമ്മളെ ഒന്ന് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു തീരുമാനമല്ലേ അത്. ലൈസൻസിങ്ങിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു തരാം. മലയാളത്തിലെ 3ാമത്തെ കളർ ഫിലിമാണ് ചെമ്മീൻ. ഈ 1ാമത്തത് ഏതാണ്? കണ്ടം വെച്ച കോർട്ട്. കണ്ടം വെച്ച കോർട്ട് എടുക്കാൻ TR സുന്ദരത്തിന് കഴിയും. കാരണം TR സുന്ദരം ദക്ഷിണേന്ത്യയിൽ എല്ലാ ഭാഷയിലും സിനിമ നിർമ്മിക്കുന്ന ആളാണ്, അയാൾക്ക് കളറിന് പ്രശ്നമില്ല. 2ാമത്തത് ശബരിമല ശ്രീ അയ്യപ്പൻ. അത് പക്ഷിരാജ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ഒരു വലിയ കമ്പനിയാണ്, ശ്രീരാമുലു നായിഡു. അവർ മാത്രമല്ല, ആ പടം പല ഭാഷകളിലായിരുന്നു, മലയാളം, തമിഴ്, തെലുങ്ക്.
അങ്ങനെയുള്ളതിനൊക്കെ കളർ ഫിലിം കിട്ടും. ആദ്യമായിട്ടൊരു റിസ്കിൽ കളർ ചെയ്യുന്നത് ചെമ്മീനാണ്, ചെറുപ്പക്കാരായിട്ടുള്ളവർ. സാർ ഈ ചെമ്മീൻ്റെയും പിന്നെ സാറ് തന്നെ പറഞ്ഞല്ലോ ഈ സാഹിത്യത്തോടായിരുന്നു കൂടുതൽ ആഭിമുഖ്യം സിനിമയെക്കാളും. സാങ്കേതികതയിൽ വന്ന മാറ്റത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ടതല്ലേ ഒരു സിനിമയുടെ ഭാഷയിൽ സംഭവിച്ച മാറ്റം? പണ്ട് കൂടുതലും നമ്മളൊരു സാഹിത്യ ഭംഗിയോടെ സംസാരിക്കുന്ന നായികന്മാർ ഒക്കെ ആയിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ മലയാള സിനിമയിലുണ്ടായിരുന്നത്. ഈ സാഹിത്യം സിനിമയിൽ നിന്ന് അകന്നു പോവുകയാണല്ലോ. പ്രത്യേകിച്ചും നമ്മുടെ ഇപ്പോൾ റിയലിസ്റ്റിക് ഭാഷ എന്ന് പറയുന്നത് ഒരു സിനിമയുടെ അനിവാര്യതയാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പക്ഷേ ഈ സാഹിത്യം സിനിമയിൽ നിന്ന് അകന്നു പോകുന്നത് സിനിമയുടെ പ്രത്യേകിച്ചും കഥാപാത്രങ്ങളുടെ ആഴം കുറയ്ക്കുന്നു എന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? ഈ നമ്മൾ വെറുതെ ഒരു സംസാര ഭാഷയിലേക്ക് സിനിമ ഡയലോഗുകൾ മാറ്റപ്പെട്ടപ്പോൾ ആ സംസാരിക്കുന്ന ഭാഷയുടെയും ആ കഥാപാത്രങ്ങളുടെയൊക്കെ ആഴം കുറഞ്ഞുപോയി എന്നുള്ള ഒരു തോന്നലുണ്ടോ? ഇത് ഗുണദോഷ സമ്മിശ്രമാണ്. അതെ, ഞാനൊരിക്കലും ഇതിനെ ഒരു ദോഷം മാത്രമായിട്ട് കാണുന്നില്ല, ഗുണവും ഉണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഈ ചേഞ്ച് എന്ന് പറയുന്നത് സാഹിത്യവും സിനിമയും എന്ന് മാത്രമല്ല നാടകവും സിനിമയുമായിട്ടുമുണ്ട്. കാരണം നമ്മുടെ ആദ്യകാലത്തെ ഫ്രെയിമിംഗ് നോക്കിയാൽ നാടക സ്റ്റേജാണ്, ഈ ക്ലോസപ്സൊക്കെ മലയാള സിനിമാക്കാർക്ക് 70 വലിയ ബുദ്ധിമുട്ടായി, സിനിമയുടെ ലാംഗ്വേജിലേക്ക് വരാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ 1970 ഓളവും തീരവും വരുമ്പം PN മേനോനാണ് വളരെ ധൈര്യപൂർവ്വം ഈ ക്ലോസപ്സ് കൂടുതൽ കൊടുക്കുന്നത്. അതിനു മുമ്പ് ക്ലോസപ്സ് ഉണ്ട്, പക്ഷേ വളരെ അപൂർവമായിരുന്നു. അത് മിക്കവാറും ഒരു മിഡ് ഷോട്ടാണ് നമ്മുടെ ആഖ്യാന രീതി. ഈ മിഡ് ഷോട്ട് എവിടെ നിന്ന് വരുന്നു? നാടകത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പം നാടകത്തിലെ മാതിരി ഒരു ഫ്രെയിം, ആ ഫ്രെയിമിൽ നാടകത്തിലെ അഭിനേതാക്കളെ പോലെ ഈ അഭിനേതാക്കൾ വരുന്നു. അക്കാലത്തെ നടികന്മാരെ നോക്കിയാൽ അവർ മിക്കവാറും ഓഡിയൻസിനെ നോക്കി സംസാരിക്കുന്നതായിട്ട് കാണാം. അത് സ്റ്റേജ് തന്നെയാണ്. 3 പേര് നിൽക്കുമ്പോഴേക്ക് ആ 3 പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയല്ല, ഒരു ഓഡിയൻസിലേക്ക് പ്രത്യേകിച്ചും നമ്മുടെ ആദ്യകാല നടന്മാരെന്ന് പറയുന്നത് നാടകത്തിൽ നിന്ന് വന്നവരായിരുന്നു. ഈ നാടകത്തിൽ നിന്ന് വന്നവർക്ക് ഈ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നാടകത്തിൽ നിന്ന് വന്ന നല്ല നടന്മാരുണ്ട്, നമുക്ക് ധാരാളം നല്ല നടന്മാരുണ്ട്. പക്ഷേ അവർ ഈ അരങ്ങും തിരശ്ശീലയും തമ്മിലുള്ള വ്യത്യാസം നന്നായിട്ട് മനസ്സിലാക്കിയവരായിരുന്നു. കൊട്ടാരക്കര, പിന്നീട് തിലകൻ, നെടുമുടി വേണു, ഇവരൊക്കെ വളരെ നന്നായിട്ട് ആ വ്യത്യാസം മനസ്സിലാക്കി ചെയ്തവരാണ്. ആദ്യം പക്ഷേ ഈ കൊട്ടാരക്കരയൊക്കെ ഒന്ന് അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചാലും ഈ സംവിധായകർ സമ്മതിക്കില്ല. കാരണം അവരുടെ ഫ്രെയിം നാടകത്തിൻ്റെ അല്ലേ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരുന്നു താല്പര്യം. അപ്പോൾ അതൊരു ഭയങ്കര മാറ്റമായിരുന്നു. മലയാള സിനിമയിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഫ്രെയിമിങ്ങിൽ തുടങ്ങണമെന്നാണ്. സിനിമാറ്റിക് എന്ന് പറയാവുന്ന ഫ്രെയിമുകൾ വളരെ കുറവായിരുന്നു. പിന്നെ അതിനൊരു മാതൃകയും ഇല്ലായിരുന്നു. ഇവർ മാതൃകയാക്കുന്ന തമിഴ് സിനിമകളെയാണ്. തമിഴ് സിനിമയും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. തമിഴ് സിനിമ മാതൃകയാക്കുന്ന ഹിന്ദി സിനിമയായിരിക്കും, അതും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. പിന്നെ ലോക സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരുന്നത് ഹോളിവുഡ് ഫിലിമുകളാണ്. ഹോളിവുഡ് ഫിലിമുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പക്ഷേ നമുക്ക് അപ്രാപ്യമായ ഏതോ മേഖലയാണെന്നുള്ള മട്ടിലാണ് അതിനെ സമീപിച്ചിരുന്നത്. എങ്കിലും അക്കാലത്തെ ഭേദപ്പെട്ട സംവിധായകരെയൊക്കെ നമ്മൾ നോക്കിയാൽ അവർ കുറേ ഹോളിവുഡ് സിനിമകൾ നന്നായിട്ട് കണ്ടിട്ടുള്ളവരാണെന്നുള്ള കാണാം. ഇപ്പോൾ നമ്മൾ ഹിന്ദിയിലെ തന്നെ ഇവരൊക്കെ ഗുരുദത്തായാലും മെഹബൂബായാലും അവരൊക്കെ ഈ സിനിമയുടെ, അതായത് അവരുടെ ലോക സിനിമ എന്ന് പറഞ്ഞാൽ ഹോളിവുഡ് സിനിമയാണ്, അതിൻ്റെ ഒരു സംസ്കാരം അവർക്കുണ്ട്. പിന്നെ അടുത്ത കാലത്ത് വായിച്ച ഒന്നാണ് സാർ, ഒരു ബിസിനസ് ടെക്നിക്കായിട്ട് വായിച്ച ഒരു സാധനമാണ്. ഇപ്പോൾ മറ്റൊരു സ്ഥലത്ത് വളരെ പോപ്പുലറായിട്ടുള്ളത്, അവിടുത്തെ ഒരു മാസ് ഓഡിയൻസിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ കൺസ്യൂമേഴ്സിനെ
കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ആശയം, ഇതിനെ അതില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി സക്സസ്ഫുൾ. ആ ഒരു തിയറിയാണ് ഇവരെല്ലാം ചെയ്തെന്ന് തോന്നുന്നല്ലേ, പഴയ ഹോളിവുഡ്. കാരണം നമുക്ക് അങ്ങനെ വലിയ ആക്സസ് ഇല്ലായിരുന്നു ആ സമയത്ത് ഈ വിദേശ. അപ്പോൾ ആ ആക്സസ് ഉണ്ടായിരുന്ന ആൾക്കാർ ആ സിനിമകളെ അതേപടി ഇവിടെ എടുത്തിട്ട് അവതരിപ്പിച്ചു, അവർക്ക് വലിയ കയ്യടി കിട്ടി. അതിപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും നമ്മൾ ഇവിടെ ഇല്ലാത്ത എന്തെങ്കിലും ടെക്നിക്സ് കാട്ടി ആളുകളെ വിരട്ടുന്നു. അതെ. പിന്നെ മറ്റ് പ്രമേയങ്ങൾ മറ്റിടത്ത് നിന്ന് ചൂണ്ടിക്കൊണ്ടുവന്ന് കാണിക്കുന്നു. അങ്ങനെയാണല്ലോ മോഷണം എന്ന് പറയുന്ന സംഭവം കലയിലുണ്ടാകുന്നത്. അത് ശരിയാണ്, അതെല്ലാ കാലത്തും ഉണ്ട്. പക്ഷേ അതിനുപരിയായിട്ട് ഇതിലൊരു എഡ്യൂക്കേഷൻ കൂടെ ഉണ്ട്. ഇപ്പോൾ നിലവിലുള്ള ആ സിനിമകളിൽ നിന്നും മാറി, തമിഴ് ഹിന്ദിയുടെ ആ ചട്ടക്കൂടിൽ നിന്ന് മാറി ഹോളിവുഡിലേക്ക് പോയപ്പോൾ അവർക്ക് കുറച്ചുകൂടെ വിശാലമായ ഒരു കാഴ്ചപ്പാട് കലയെ സംബന്ധിച്ച് വന്നു. ഇത് പിന്നീട് അത് ലോക സിനിമയിലോട്ട് എക്സ്പോസ്ഡ് ആയപ്പോഴാണ് നമ്മുടെ സിനിമയിലെ ഈ ഭാഷ മെച്ചപ്പെടാൻ തുടങ്ങിയത്. അത് നമ്മളതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട്. സാർ, ഈ സിനിമയുടെ ഭാഷ എന്ന് ഉദ്ദേശിച്ചത് മറ്റേ ഫിലിം ലാംഗ്വേജ് എന്നുള്ളതാണോ അതോ സിനിമയിൽ ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ചാണോ? സംഭാഷണമല്ല, നമ്മുടെ ഷോർട്ട് ഡിവിഷനിലൊക്കെ വന്ന ഒരു ഷോർട്ട് ഡിവിഷനിലുമൊക്കെ വന്ന മാറ്റം, അത് ആ തരത്തിൽ വരുന്നത് തീർച്ചയായിട്ടും ഈ ലോക സിനിമയും ക്ലാസിക്കുകളെയും ഒക്കെ പരിചയപ്പെടാൻ തുടങ്ങിയപ്പോഴാണ്. ഞാൻ മലയാളത്തിൽ തന്നെയുള്ള കൗതുകകരമായൊരു ഉദാഹരണം പറയാം. ഈ നമ്മുടെ ഇവിടെ ആദ്യം ഇറങ്ങുന്നത് മറ്റ് സിനിമകൾ കാണാൻ അവസരം കിട്ടുന്ന VHS കാസറ്റുകളൊക്കെ വന്നപ്പോഴാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഇവിടെ ചില കമേഴ്സ്യൽ സിനിമകൾ എടുത്തിരുന്ന ചില സംവിധായകർ ഈ മോഷ്ടിക്കുന്നത് അപ്പോൾ തന്നെ ഈ ക്യാമറാമാനുമായിട്ട് ഒന്നിച്ചിരുന്ന് VHS കാസറ്റ് വെച്ച് കണ്ടിട്ട് ആ ഫ്രെയിം അത് നോക്കി അതുപോലെ പകർത്തും. അങ്ങനെ പകർത്തിയപ്പോൾ അവർ നടത്തിയത് മോഷണമാണെങ്കിലും അബോധപൂർവമായിട്ട് അവർ ഫിലിമിൻ്റെ ആ ഭാഷയിലേക്ക് വരികയാണ്. അത് മലയാള സിനിമയിലെ ഒരു ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട്. അതിന് മോഷണം എന്നുള്ളതിനേക്കാൾ സാറിപ്പോൾ പറഞ്ഞത് തന്നെ ഒരു ലേണിംഗ് ആണ് അല്ലേ? ലേണിംഗ് പ്രോസസ് ഉണ്ട്. പക്ഷേ അവർ ആഗ്രഹിച്ചത് മോഷണമായിരുന്നു, അല്ല മോഷിച്ച് കാണിക്കുക എന്നുള്ളതായിരുന്നു. അല്ല, അതിൻ്റെ ലാംഗ്വേജിൽ ഉണ്ടെങ്കിൽ പോലും ആ കഥയൊക്കെ മോഷ്ടിച്ചതാണ്, സിറ്റുവേഷൻസ് മോഷ്ടിച്ചതാണ്. നമ്മുടെ പല പ്രഗത്ഭ സംവിധായകരും തുടക്കത്തിൽ അതാണ് ചെയ്തിട്ടുള്ളത്. ഈ പ്രകടമായിട്ട് തന്നെ അവർ ഈ സിനിമകൾ കണ്ട് അവർ കൂട്ടായിരുന്ന് തന്നെ ഇതിങ്ങനെ വേണം എന്ന് തീരുമാനിക്കുകയാണ്. അത് സാറേ, മോഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ പണ്ടെപ്പോഴും നമ്മൾ ഈ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഇതിൻ്റെ ഒരു കോണ്ടൻ്റാണല്ലോ നമ്മൾ മോഷ്ടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ നിരൂപണങ്ങൾ പോലും മോഷ്ടിക്കപ്പെടുന്നു, ആ ഫോർമാറ്റുകൾ മോഷ്ടിക്കപ്പെടുന്നു. ഇപ്പോൾ ഒരു പുറത്ത് ഒരു ഹോളിവുഡ് സിനിമയുടെ ഒരു നിരൂപകൻ ഏത് രീതിയിലാണോ ആ ഹോളിവുഡ് സിനിമയുടെ നിരൂപണം യൂട്യൂബ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്, അതേ ഫോർമാറ്റിൽ നമ്മളും ചെയ്തു തുടങ്ങുന്നു. അപ്പോഴും സാറിനോട് ഈ മലയാളത്തിലെ ഏറ്റവും പ്രമുഖരായ നിരൂപകരിൽ ഒരാളെന്നുള്ള രീതിയിൽ ചോദിക്കുവാണ്. സാറും അല്ലെങ്കിൽ സാറിൻ്റെ കാലഘട്ടത്തുണ്ടായിരുന്ന മറ്റ് നിരൂപകരിൽ നിന്ന് ഒക്കെ നിങ്ങൾ പാലിച്ചിരുന്ന ചില ധാർമ്മിക മൂല്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ചുമൊക്കെ ഇത് പുതിയ തലമുറ എന്താണ് നിങ്ങളിൽ നിന്ന് പഠിക്കേണ്ടത്? പുതിയ തലമുറ വിമർശകന്മാർ അല്ല, അത് കാലം മാറുമ്പോൾ എല്ലാവർക്കും ആ മാറ്റം ഉണ്ടാകുന്നുണ്ടല്ലോ. അതിപ്പോൾ ഈ സാങ്കേതിക സഹായമില്ലാത്ത സാഹിത്യത്തിലുമൊക്കെ നമ്മൾ കാണുന്നില്ലേ? സാഹിത്യത്തിൽ തന്നെയും മാറ്റങ്ങൾ ഉണ്ടാകുമ്പം അത് അംഗീകരിക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവും, അതിനെ പുച്ഛിക്കുന്നവരുണ്ടാവും. മിക്കവരും ഇന്നലത്തേനെ തള്ളിക്കളഞ്ഞ് ഇന്നിലേക്ക് കടക്കുകയാണ്. അങ്ങനെ തള്ളിക്കളയുമ്പോൾ അവർ വളരെ വിപ്ലവകാരികളായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മുടെ മലയാള സാഹിത്യത്തിലെടുത്താൽ നവോത്ഥാന കാലഘട്ടം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ വന്ന എഴുത്തുകാരൊക്കെ അതിന് മുമ്പുണ്ടായിരുന്ന പുരാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാവ്യങ്ങളെയും ഒക്കെ തള്ളിക്കളഞ്ഞാണ് ഇതിലേക്ക് വരുന്നത്. അന്ന് അതിനെയൊക്കെ അവർ വളരെ പുച്ഛിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അവരവരുടേതായ നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തിലെ ജീവിതഗന്ധിയായ നോവലുകളും ഒക്കെ വരുന്നു. അത് കഴിഞ്ഞ് നാടകങ്ങൾ ഒക്കെ വരുന്നു. അത് കഴിഞ്ഞാണ് നമ്മുടെ ആധുനികതയുടെ വരവ് ഉണ്ടാകുന്നത്. ഈ ആധുനികത വരുമ്പോൾ ഏറ്റവും അധികം എതിർത്ത ആരാണ്? ഈ പുരോഗമന
സാഹിത്യത്തിൻ്റെയൊക്കെ ഭാഗത്ത് നിന്നവരാണ്. കാരണം അവർക്ക് ആ മാറ്റത്തെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ നമ്മൾ വളരെ അകന്നു നിന്ന് ഇതൊക്കെ കാണാൻ കഴിയുമെങ്കിലുണ്ടല്ലോ, വളരെ കൗതുകരമായ ചില കാര്യങ്ങൾ കാണാം. എല്ലാ കാലത്തും മൂല്യമുള്ളത് മാത്രമേ അവശേഷിക്കൂ. ഈ നവോത്ഥാന കഥകൾ പറഞ്ഞുവെന്ന് കരുതി ആ പറഞ്ഞ പലതും ഇന്ന് വിസ്മൃതമാണ്. അതിലെ വളരെ മൂല്യവത്തായ സംഗതികൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആധുനികതയും അത് തന്നെയാണ്. ഒരു കാലത്തൊരു ഫാഷനായിട്ട് ആധുനികത എഴുതുന്നവരെ പൊക്കിയെടുത്ത് നടന്നു. പക്ഷെ അതിലെയും ഏറ്റവും നല്ലത് മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു ബാഹ്യമായ സാങ്കേതിക ഘടകങ്ങൾ വലുതായിട്ടില്ലാത്ത സാഹിത്യത്തിൽ പോലും ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ തീർച്ചയായും സിനിമയിൽ അത് എത്രയോ മടങ്ങ് വലുതായിരിക്കും. ഇപ്പോൾ ആദ്യം പറഞ്ഞില്ലേ നിശബ്ദ സിനിമ, അത് കഴിഞ്ഞ് ശബ്ദം വരുമ്പോൾ നിശബ്ദ സിനിമയിൽ പ്രവർത്തിച്ചവർക്ക് അതിനോട് പൊരുത്തപ്പെടാൻ കഴിയാതെ വരുന്നു. അവർ കരുതുന്നത് നിശബ്ദ സിനിമയാണ് യഥാർത്ഥത്തിൽ കലാപരമായ സിനിമ, മറ്റേത് അതങ്ങനെയല്ല എന്ന് കരുതുന്നു. കളർ വരുമ്പോൾ അതിനെതിരായിട്ട് നിന്നവരുണ്ട്. മൃണാൾ സെൻ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിനൊരു പ്രൊഡ്യൂസറെ കിട്ടി. പ്രൊഡ്യൂസർ കളറിൽ ചെയ്യണമെന്ന് പറഞ്ഞു. അത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. മൃണാൾ സെൻ അദ്ദേഹം പിന്നീട് കളറിലൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു മാറ്റത്തിൻ്റെ ഘട്ടത്തിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ. അപ്പോഴേ സാറ് പറയുന്നത് നമ്മുടെ പഴമയെ അല്ലെങ്കിൽ പഴയതിനെ തള്ളിക്കളയേണ്ടത് തന്നെയാണ്, പുതിയതിനെ നമ്മൾ പുതിയതിലേക്ക് തന്നെയാണ് തന്നെയാണ് വരേണ്ടത്. പക്ഷേ അത് തള്ളിക്കളയുക എന്ന് പറയുന്ന പഴയതിലെ മികച്ചതിനെ അംഗീകരിച്ചുകൊണ്ട് വേണം പോകാൻ, അല്ലാതെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ അല്ല, നിരൂപണം എന്നുള്ള ഒരു മേഖല നമ്മൾ എടുക്കുമ്പോൾ ഈ പഴമയിലെ അല്ലെങ്കിൽ പഴയകാല നിരൂപകരിൽ നിന്ന് ഈ പുതിയ തലമുറ ഉൾക്കൊള്ളേണ്ടത്, ഇപ്പോഴും നമ്മൾ പൂർണ്ണമായും തള്ളിക്കളയാതെ അങ്ങനെയുള്ള എന്ത് മൂല്യങ്ങളാണ് പഴയതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? നിരൂപണത്തിനുമുണ്ട് ഇങ്ങനെ പരിവർത്തനങ്ങളുടേതായ കാലഘട്ടങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊക്കെ നിരൂപണത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന കാലത്ത് മലയാള സിനിമയുടെ നിരൂപണങ്ങൾ മാത്രമേ വരാറുള്ളൂ. അത് നിരൂപണമെന്ന് പറയാൻ പറ്റില്ല, ഈ റിവ്യൂസ് എന്ന് പറയാൻ, ആസ്വാദനമാണ്. അല്ല, റിവ്യൂസ് വിമർശനം പോലെ അവലോകനം എന്നുള്ള തരത്തിൽ പറയാം. അപ്പോൾ അത് തന്നെയും വരുന്ന സിനിമയെക്കുറിച്ചായിരിക്കണം. അപ്പോൾ വരുന്ന സിനിമയെക്കുറിച്ച് ഒരു വർഷം മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയെ റെഫർ ചെയ്യുന്നൊന്നും അവർക്ക് താല്പര്യമില്ല. പിന്നെ അതിനൊരു കോളം ഉണ്ടാവും. ഇപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നോക്കിയാൽ അതിൻ്റെ അവസാനം ഒരു കോളം, 2 പേജ്, കോഴിക്കോടൻ, 2 പേജായിരിക്കും അതിന് കൊടുക്കുക. അത് നമ്മൾ മാതൃഭൂമിയിൽ എഴുതിയവർ മാത്രമേ നമ്മൾ ഓർക്കുന്നുള്ളൂ. പക്ഷേ ഇതുപോലെ അക്കാലത്ത് എല്ലാത്തിലും ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഈ പറഞ്ഞ 2 പേരെ പോലെ വളരെ കാര്യമായിട്ട് എഴുതിയിരുന്ന ആളാണ് മലയാള രാജ്യം ചിത്രവാരികയിലെ ഗോപി കുഴൂർ. മലയാള രാജ്യം ചിത്രവാരിക എന്ന് ഇതുപോലെ തന്നെ ചലിക്കുന്ന ചിത്രങ്ങൾ എന്ന പേരിൽ സിനിമാ പേജ് ഉണ്ടായിരുന്നു. ശിവരാം ബാലകൃഷ്ണനൊക്കെ അതിലെഴുതിയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ മാതൃഭൂമിയിൽ വന്നതിനാണ് ഈ അറ്റൻഷൻ കൂടുതൽ കിട്ടിയത്. മറ്റൊന്നും പലരും അംഗീകരിക്കാതെ പോയി. അപ്പോൾ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഒരു പൊതുലേഖനം സിനിമയെക്കുറിച്ച് കൊടുക്കില്ല. സിനിമ എന്ന് പറയുന്നത് ഒരു കോളത്തിൽ ഒതുങ്ങുന്നതായിരുന്നു. അത് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞാണ് എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു നേട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പറഞ്ഞ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ തന്നെ ആദ്യമായിട്ട് ഒരു ആദ്യ ലേഖനമായിട്ട് പ്രധാനപ്പെട്ട ഒരു ലേഖനമായിട്ട് വരുന്നത് ഞാൻ എഴുതിയ കാണാനും വായിക്കാനും എന്ന് പറയുന്ന ഒരു ലേഖനമാണ്. ഓക്കെ, കവർ സ്റ്റോറിയായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ കാണാനും വായിക്കാനും എന്ന് പറയുന്നത് സാഹിത്യവും സിനിമയും തമ്മിലുള്ള ബന്ധവും സാജാത്യ വൈജാത്യങ്ങളെക്കുറിച്ച് ഞാൻ എഴുതിയ ഒരു ലേഖനമാണ്. അത് ആദ്യമായിട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ ആദ്യ ലേഖനമായിട്ട് വരുന്നുണ്ട്. അത് വലിയൊരു ചേഞ്ചായിരുന്നു. അതിനെ തുടർന്ന് മുഖ്യധാര മാഗസിനുകളൊക്കെ സിനിമയ്ക്ക് പൊതു ഇടം കൊടുത്തു. അതുവരെ ഒരു പൊതു ഇടമല്ല, അതൊരു പങ്ക്തിയിലത് ഒതുങ്ങിയിരുന്നു. അതുപോലെ തന്നെ മലയാള സിനിമ മാത്രമേ കൈകാര്യം ചെയ്യാവൂ എന്നൊരവസ്ഥ മാറ്റി. അത് മാറുന്നതും ദേശാഭിമാനിയിൽ ഞാൻ എഴുതി തുടങ്ങുമ്പോൾ, ദേശാഭിമാനിയിലാണ് ആദ്യം നിരൂപണം എന്നുള്ള നിലയ്ക്ക് ഞാൻ എഴുതുന്നത്. കാരണം ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ താല്പര്യം എന്ന് പറയുന്നത്
സർഗാത്മകമാണ്, ഫിലിം മേക്കിംഗ് ആണ്. 1974 അതിഥിയുടെ സഹസംവിധായകനാകുന്നത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും പിന്നീട് അങ്ങനെ ഒരു അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യം എനിക്കില്ലായിരുന്നു. സാറിൻ്റെ എഴുത്തുകളിലും വിമർശനങ്ങളിലും സിനിമാ പഠനങ്ങളിലും ഒക്കെ കാണുന്നത് ഈ മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ദാർശനികമായ അന്വേഷണമാണ്. ഈ ദാർശനിക രൂപപ്പെട്ടത് ജീവിത അനുഭവങ്ങളിൽ നിന്നാണോ അതോ കുട്ടിക്കാലം മുതലേ ആ ഒരു ദാർശനികമായ ചിന്താധാര ഉണ്ടോ? ഇതെല്ലാം ശരിയാണ്. കാരണം എനിക്കിതെല്ലാം ഉണ്ട്, എൻ്റെ പാരമ്പര്യത്തിലുണ്ട്, എൻ്റെ വായനയിലുണ്ട്. അപ്പം ഞാൻ എല്ലാ പുരാണ ഇതിഹാസങ്ങൾ വായിച്ച് തന്നെയാണ് വരുന്നത്. എന്ന് മാത്രമല്ല അതിലെ ഈ അകംപൊരുളുകൾ കണ്ടെത്താൻ ഞാൻ ചെറുതിലേ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വരുമ്പോൾ അതിൻ്റെ മറുപടി അതിൽ പ്രതീകാത്മകമായിട്ട് വരാവുന്ന അർത്ഥങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് എനിക്ക് ഒഴിവാക്കിയിട്ട് എഴുതാൻ പറ്റില്ല. ഇതെനിക്ക് തോന്നുന്നു, ഇത് പലരും ഈ നാഷണൽ അവാർഡ് എനിക്ക് ആദ്യം കിട്ടുമ്പോൾ അവരും ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ. പിന്നീട് അതിൻ്റെ ഒരു സ്വീകരണ ചടങ്ങുണ്ടായിരുന്നു. അവിടെ വെച്ച് വയലാ വാസുദേവൻ പിള്ള ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, ആദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നിരൂപണം എഴുതുന്നു, പക്ഷെ വിജയകൃഷ്ണൻ എഴുതുമ്പോൾ അതിൽ ഈ സിനിമയ്ക്ക് ഉപരിയായിട്ടുള്ള ഒരു ജീവിത സത്യമുണ്ട് എന്ന് അന്നേ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സോഹൻ പറയുന്ന ഇതേ കാര്യം വർഷങ്ങൾക്ക് മുമ്പ് വയലാ വാസുദേവൻ പിള്ളയെ പോലെ ഒരാൾ ആദ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്രയും വർഷത്തെ ഈ ഒരു എഴുത്തുകാരനായിട്ടും ചലച്ചിത്രകാരനായിട്ടും നിരൂപകനായിട്ടുമൊക്കെയുള്ള ഈ യാത്ര സാറിനെ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിച്ച ഒരു ലളിതമായ പാഠം എന്താണ്? നമുക്കത് പറഞ്ഞുകൊണ്ട് ഈ ഇന്നത്തെ ഒപ്പം കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. സിനിമയിൽ ഞാൻ ആഗ്രഹിച്ചതിൻ്റെ ഒരു ചെറിയ അംശം പോലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അതിന് സമയമുണ്ട്, അങ്ങനെ വന്നിട്ട് അപ്പോൾ പക്ഷേ നിരൂപണത്തിൽ എനിക്ക് എൻ്റേതായ ഒരു വഴിയിലൂടെ ഒത്തിരി പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ബാക്കി ഒക്കെ ചോദ്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് പിന്നെ ഒപ്പത്തിലൊപ്പിക്കാം. ഇപ്പം ഇത് ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുമ്പ് നമ്മുടെ ഒരു വാരികയിലൊരു പങ്ക്തി ഉണ്ടായിരുന്നു, ജീവിതം എനിക്കെന്ത് തന്നു. അതുപോലെ ജീവിതം നമുക്കൊക്കെ തരുന്ന പാഠങ്ങളാണ്. പാഠങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ള പാഠവും തരും. ഇപ്പോൾ തന്നെ സോഹൻ പറയുന്നു എനിക്ക് എത്ര പ്രായമായി, എന്നിട്ട് സോഹൻ പറയുന്നു ഇനിയും സമയമുണ്ടല്ലോ എന്ന്. അപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നു ഇനിയും സമയമുണ്ട് എന്ന്. അപ്പോൾ ആ സമയത്തിനകം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കിയ പാഠം. ഓക്കെ സാർ, താങ്ക് യു. അതിപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്കും അതൊരു വലിയ പാഠമാണ്.